പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, യേശുവിനെ അടുത്തറിയാൻ ഇതാ ഒരു സുവർണ അവസരം. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന യേശു മിശിഹായെ അടുത്തറിയാനാണ് വചനവിസ്മയം 30 മുതൽ 34 വരെയുള്ള എപ്പിസോഡുകളിൽ നാം പരിശ്രമിക്കുന്നത്. ഇതുവഴി നമ്മുടെ കർത്താവായ യേശു മിശിഹായെ അടുത്തറിയുന്നതിനും അനുഭവിക്കുന്നതിനും അനുകരിക്കുന്നതിനും അങ്ങയോട് അനുരൂപപ്പെട്ട് അങ്ങുമായുള്ള ഐക്യത്തിൽ ജീവിക്കുന്നതിനും നമുക്കിടയാകണം. യേശു മിശിഹ ആരാണെന്ന് ശരിയായി മനസ്സിലാക്കുന്നതിന് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലൂടെയും പ്രവാചക വചസ്സുകളിലൂടെയും അടയാളങ്ങളിലൂടെയും പ്രതിരൂപങ്ങളിലൂടെയും പഴയ നിയമത്തിൽ നിഴലായി കാണുന്ന യേശുവിനെയും അവയുടെയെല്ലാം പൊരുളായ സുവിശേഷങ്ങളിലെയും ലേഖനങ്ങളിലെയും വെളിപാട് പുസ്തകത്തിലെയും യേശുവിനെയും നാം മനസ്സിലാക്കണം. താൻ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണെന്നും മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും തന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം നിറവേറപ്പെടേണ്ടിയിരിക്കുന്നു എന്നും യേശു മിശിഹ തന്നെ പറയുന്നുണ്ട്. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ലൂക്ക 24:27. മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ലൂക്ക 24:44. മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലും യേശുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ്? യേശു മിശിഹായെക്കുറിച്ച് മോശയുടെ നിയമത്തിൽ, അതായത് ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളിൽ അഥവാ പഞ്ചഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം. ഉൽപ്പത്തി 1 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നതനുസരിച്ച് അനാദിയിലെ പിതാവായ ദൈവത്തോടൊത്തായിരുന്ന നിത്യവചനമാണ് പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ. ദൈവം എന്നതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഏലോഹിം എന്ന നാമം ഒരു ബഹുവചന നാമമാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ദൈവം, ദൈവത്തിൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ വചനം എന്നിവയിലൂടെ ദൈവം ഒരു ത്രിത്വൈക കൂട്ടായ്മയാണെന്ന് വ്യക്തമാകുന്നു. ഈ ത്രിത്വൈക കൂട്ടായ്മയിലെ രണ്ടാമത്തെ ആളാണ് പുത്രൻ തമ്പുരാൻ. അവനിലൂടെയാണ് ദൈവം സമസ്തവും സൃഷ്ടിച്ചത്. ഉൽപ്പത്തി 1:3 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ, യോഹന്നാൻ 1:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1:16. ഉൽപ്പത്തി 1:3 പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാനെ ദൈവിക വെളിപാടിൻ്റെ വെളിച്ചമായ വചനമായി അവതരിപ്പിച്ചിരിക്കുന്നു. ഉൽപ്പത്തി 1:3, യോഹന്നാൻ 1:4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. താൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് യേശു തന്നെ പറയുന്നുണ്ട്. യോഹന്നാൻ 8:12, 12:46. അവൻ്റെ നാമം ദൈവവചനമെന്നാണെന്ന് വെളിപാട് പുസ്തകം 19:13 പറയുന്നു. ഈ നിത്യവചനമാണ് വെളിപാട് 14:6 പറയുന്ന സനാതന സുവിശേഷം. ഈ പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ വചനമായ പുത്രൻ തമ്പുരാൻ മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. യോഹന്നാൻ 1:14. മാംസം ധരിച്ച വചനമായ യേശുവിലൂടെയാണ് ദൈവിക വെളിപാടിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിച്ചത്. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ
യേശു ക്രിസ്തു വഴി ഉണ്ടായി. യോഹന്നാൻ 1:16-17 വാക്യങ്ങൾ. ഉൽപ്പത്തി 1:26-27 വാക്യങ്ങളുടെ വെളിച്ചത്തിൽ സഭാപിതാക്കന്മാർ പറയുന്നത് ദൈവത്തിൻ്റെ പൂർണ്ണ ഛായയാണ് പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ. അവിടുത്തെ ഛായയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഉൽപ്പത്തി 1:26-27. ഉൽപ്പത്തി 2:9 ജീവവൃക്ഷം സൂചിപ്പിക്കുന്നതും യേശുവിനെയാണ്. ജീവവൃക്ഷത്തിൻ്റെ ഫലം പരിശുദ്ധ കുർബാനയാണ്. ഉൽപ്പത്തി 3:8 വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്ന ശബ്ദം കേട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യരൂപത്തിൽ മനുഷ്യരുടെ പക്കലേക്ക് വരുന്ന ദൈവത്തിൻ്റെ പ്രതീകമാണ്. മനുഷ്യാവതാരത്തിൻ്റെ ഒരു മുൻ രൂപമാണിത്. പ്രീഫിഗറേഷൻ ഓഫ് ഇൻകാർണേഷൻ ഇൻ ഹ്യൂമൻ ഫോം. ഉൽപ്പത്തി 3:15 പ്രഥമ സദ്വാർത്തയിൽ പറയുന്ന സർപ്പത്തിൻ്റെ തല തകർക്കുന്ന സ്ത്രീയുടെ സന്തതി യേശുവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഉൽപ്പത്തി 3:21 പറയുന്ന ദൈവം മനുഷ്യനെ ധരിപ്പിച്ച തോലുകൊണ്ടുള്ള ഉടയാട ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുവിൻ്റെ കുരിശിലെ യാഗത്തിലൂടെ നമുക്ക് ലഭ്യമായ പാപപരിഹാരത്തെയും മാമോദീസായിലൂടെ നമുക്ക് നൽകപ്പെട്ട വെള്ളവസ്ത്രത്തെ അഥവാ മഹത്വത്തിൻ്റെ അങ്കിയെയും സൂചിപ്പിക്കുന്നു. ഉൽപ്പത്തി 6 പറയുന്ന തലമുറയിലെ കറയറ്റ മനുഷ്യനായ നോഹയും ഉൽപ്പത്തി 9 പറയുന്ന നോഹയിലൂടെയുള്ള ഉടമ്പടിയും യേശുവിൻ്റെയും യേശുവിലൂടെയുള്ള നിത്യമായ ഉടമ്പടിയുടെയും പ്രതീകമാണ്. നോഹയുടെ പെട്ടകം ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയുടെ പ്രതീകമാണ്. യേശുവിലൂടെ കരഗതമായ രക്ഷയുടെയും പുനർസൃഷ്ടിയുടെയും സഭയിലൂടെയുള്ള പുതിയ സൃഷ്ടിയുടെയും പ്രതീകമായും ഇത് നിലകൊള്ളുന്നു. ഉൽപ്പത്തി 12:1-3 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന ദൈവം അബ്രഹാമിന് നൽകിയ 3 ഉടമ്പടി വാഗ്ദാനങ്ങൾ, ദേശം, ജനത, സകലർക്കും അനുഗ്രഹം, ഇവ യേശുവിലൂടെ സംജാതമായ ദൈവരാജ്യത്തെയും ദൈവജനത്തെയും സാർവത്രിക രക്ഷയെയും സൂചിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 14 പറയുന്ന മൽക്കിസദേക്ക് നിത്യപുരോഹിതനായ യേശുവിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്നു. ഉൽപ്പത്തി 17:16 19 പറയുന്ന അബ്രഹാമിന് ദൈവം വാഗ്ദാനം ചെയ്ത ഒരു പുത്രൻ ആത്യന്തികമായി യേശുവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇസഹാക്ക് യേശുവിൻ്റെ പ്രതിരൂപം അഥവാ പ്രോട്ടോടൈപ്പ് ആണ്. ഉൽപ്പത്തി 22:13 അബ്രാഹം മകനു പകരം ബലിയർപ്പിച്ച മുട്ടാട് ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുവിനെ സൂചിപ്പിക്കുന്നു. ഉൽപ്പത്തി 22:16-18 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും എന്ന ദൈവത്തിൻ്റെ ശപഥപൂർവമുള്ള വാഗ്ദാനം നിറവേറുന്നതും യേശുവിലൂടെയാണ്. ദൈവം അബ്രാഹത്തിന് നൽകിയ ഉടമ്പടി വാഗ്ദാനമായ ദൈവ സാന്നിധ്യവും, അതായത് ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും എന്ന വാഗ്ദാനം, ഇതും ഇമ്മാനുവേലായ യേശുവിലൂടെയാണ് നിറവേറുന്നത്. ഉൽപ്പത്തി 48:10 പറയുന്ന യൂദായുടെ ചെങ്കോലും യേശുവിനെ സൂചിപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിലെ വിമോചകനായ മോശ യേശുവിൻ്റെ മുന്നോടിയാണ്. പുറപ്പാട് 12:7-13 വരെയുള്ള വാക്യങ്ങളിലെ പെസഹ കുഞ്ഞാടും യേശുവിൻ്റെ പ്രതീകമാണ്. പുറപ്പാട് പുസ്തകം 25-31 വരെയുള്ള അധ്യായങ്ങളിൽ പറയുന്ന വാഗ്ദാന പേടകം, അതായത് തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ കൂടാരമടിച്ചു വസിക്കുന്ന ദൈവ സാന്നിധ്യം, വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ച യേശുവിൻ്റെ മുൻ സൂചനയാണ്. യോഹന്നാൻ 1:14
പുറപ്പാട് പുസ്തകം 29 അധ്യായം 1 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന പൗരോഹിത്യ ശുശ്രൂഷ നിത്യപുരോഹിതനായ യേശുവിൽ പൂർത്തിയാക്കപ്പെട്ട പൗരോഹിത്യത്തിൻ്റെ നിഴലായി അടയാളമായി നിലകൊള്ളുന്നു. സംഖ്യാപുസ്തകം 21 അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലെ മോശ ഉയർത്തിയ പിത്തള സർപ്പം മനുഷ്യരക്ഷയ്ക്കായി കുരിശിൽ ഉയർത്തപ്പെട്ട യേശുവിനെ സൂചിപ്പിക്കുന്നു. പിത്തള സർപ്പത്തെ നോക്കിയവർ സൗഖ്യം പ്രാപിച്ചതുപോലെ വിശ്വാസത്തോടെ യേശുവിലേക്ക് നോക്കുന്നവർ രക്ഷ പ്രാപിക്കും. യോഹന്നാൻ 3 അധ്യായം 14-15 വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 20 അധ്യായം 2 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലെ പാറയിൽ നിന്ന് പുറപ്പെട്ട ജലം യേശുവാകുന്ന രക്ഷയുടെ ശിലയെയും 1 കൊറിന്ത്യോസ് 10:4 യേശുവിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ജീവജലത്തെയും സൂചിപ്പിക്കുന്നു. യോഹന്നാൻ 4:13-14 വാക്യങ്ങൾ. ഞാൻ അവനെ കാണുന്നു, എന്നാൽ ഇപ്പോഴല്ല. ഞാൻ അവനെ ദർശിക്കുന്നു, എന്നാൽ അടുത്തല്ല. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രമുദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും എന്ന് സംഖ്യാപുസ്തകം 24:17 ബാലാം പ്രവചിച്ചു പറയുന്നതും യേശുവിനെയാണ് സൂചിപ്പിക്കുന്നത്. സംഖ്യാപുസ്തകം 6:22 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിലെ പൗരോഹിത്യത്തിൻ്റെ ആശീർവാദം നിത്യപുരോഹിതനായ യേശുവിലൂടെ നൽകപ്പെടുന്ന ആശീർവാദത്തിൻ്റെ നിഴലായി നിലകൊള്ളുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 4 അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ലേവ്യ പുസ്തകം 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ പറയുന്ന വിവിധ ബലികളെല്ലാം യേശുവിൽ പൂർത്തിയാക്കപ്പെട്ട കുരിശിലെ യാഗത്തിൻ്റെ മുൻസൂചനകളായിരുന്നു. യേശുവാണ് ലോകത്തിൻ്റെ പാപം നീക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ 1:29. ലേവ്യ പൗരോഹിത്യം പ്രധാന പുരോഹിതനും നിത്യപുരോഹിതനുമായ യേശുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ നിഴലായി നിലകൊള്ളുന്നു. പ്രധാന പുരോഹിതനായ യേശു തൻ്റെ എന്നേക്കുമായുള്ള ഏക ബലിയർപ്പണത്തിലൂടെ തന്നിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി മാറി. ലേവ്യർ പുസ്തകം 16 അധ്യായത്തിൽ പറയുന്ന പാപപരിഹാര ദിനവും പാപപരിഹാര ബലിയും നിത്യപുരോഹിതനായ യേശുക്രിസ്തുവിൻ്റെ എന്നേക്കുമായുള്ള ഏക ബലിയിലൂടെ പൂർത്തിയാക്കപ്പെട്ടു. നിയമാവർത്തനം 18 അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന കർത്താവ് അയക്കുന്ന മോശയെപ്പോലുള്ള ഒരു പ്രവാചകനെക്കുറിച്ചുള്ള പ്രവചനവും യേശുവിനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, മോശയുടെ നിയമമെന്നറിയപ്പെടുന്ന ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്ന യേശു മിശിഹായെക്കുറിച്ചാണ് നാം ഇതുവരെ ചിന്താവിഷയമാക്കിയത്. ഈ വചനചിന്തകൾ നന്നായി പഠിച്ച് മനസ്സിലുറപ്പിച്ച് നിരന്തരം നമുക്ക് ധ്യാന വിഷയമാക്കാം. യേശുവാകുന്ന മഹാരഹസ്യത്തെ അടുത്തറിയാൻ ഈ വചനചിന്തകൾ നമ്മെ ഏറെ സഹായിക്കും. യേശുവിനെക്കുറിച്ച് സങ്കീർത്തനങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ധ്യാന വിഷയമാക്കാം. ഈ എപ്പിസോഡിൽ നാം ചിന്താ വിഷയമാക്കിയ കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിച്ച് ആഴമായ യേശു അനുഭവത്തിലേക്ക് വളരാനും ഈ അറിവും അനുഭവജ്ഞാനവും അനേകരുമായി പങ്കുവച്ച് അവരെയും യേശുവിനെക്കുറിച്ചുള്ള ഈ അറിവിലേക്കും അവബോധത്തിലേക്കും വഴികാട്ടി നയിക്കാനും നമുക്ക് പരിശ്രമിക്കാം. അതുവഴി നമ്മുടെ കർത്താവായ യേശു മിശിഹ മഹത്വപ്പെടട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.